ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മണവാളൻ ഒഴിഞ്ഞു പോകണം. ട്രിബ്യൂണൽ ഉത്തരവ്. ജൂൺ 22 മുമ്പ് ഇത് പാമ്പളാനി പിതാവോ മേജർ ആർച്ച് ബിഷപ്പോ നടപ്പാക്കിയിരിക്കണം. നടപ്പാക്കിയെന്ന് കോടതിയെ അറിയിക്കണം. കത്തീഡ്രൽ ബസിലിക്ക, എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് മണവാളനെ ഒഴിപ്പിക്കണം. മണവാളനെ ഒഴിപ്പിക്കാൻ വേണമെങ്കിൽ പോലീസ് സഹായം തേടണം. ബലം പ്രയോഗിച്ചും അദ്ദേഹത്തെ ഒഴിപ്പിക്കണം. സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. 2025 ജൂൺ 2 സ്പെഷ്യൽ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഉത്തരവ് ഇംഗ്ലീഷിലാണ്. അപ്പം ഞാനിന്ന് മലയാളം വായിച്ചിട്ട് ഇംഗ്ലീഷ് കൂടി വായിച്ച് പോകാമെന്നാണ് കരുതുന്നത്. സ്പെഷ്യൽ ട്രിബ്യൂണൽ ഫോർ ദ ആർച്ച് എപ്പാർക്കി ഓഫ് എറണാകുളം അങ്കമാലി. എറണാകുളം അങ്കമാലിക്ക് വേണ്ടിയുള്ള, അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണൽ ദ സീറോ മലബാർ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ കൂരിയ. അത് സ്ഥാപിച്ചിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കൂരിയയിലാണ്. ഈ ഉത്തരവിൻ്റെ തലക്കെട്ട്, ആ ഉത്തരവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇടക്കാല ന്യായവിധിയുടെ ഉത്തരവ്. കാനൻ നമ്പർ, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം 1269 ഖണ്ഡം 1. ഫാദർ വർഗീസ് മണവാളനെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഇടക്കാല ഉത്തരവ്. കാനൻ നിയമം 1267 മുതൽ 1271 വരെ. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഡിക്രി ഓഫ് ഇന്റർലോക്യൂട്ടറി സെന്റൻസ് according to CCEO Canon 1269/1, interim order to evict Father Varghese Manavalan from the Presbytery of St. Mary's Cathedral Basilica. CCEO Canons 1267 to 1271. ഇടക്കാല ന്യായവിധിയുടെ ഉത്തരവ്. ഫാദർ വർഗീസ് മണവാളനെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഇടക്കാല ഉത്തരവ്. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം 1269, 1267 മുതൽ 1271 വരെ. ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത് മെത്രാപ്പോലീത്തയായ മാർ ജോസഫ് പാമ്പ്ളാനിക്കാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജുള്ളത് മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ട് വെച്ചിരിക്കുന്നതാണ് പാമ്പ്ളാനി പിതാവിനെ. അപ്പോൾ ടു ഹിസ് ഗ്രേസ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി, വിക്കർ ഓഫ് ദ മേജർ ആർച്ച് ബിഷപ്പ് ഫോർ ദ ആർച്ച് എപ്പാർക്കി ഓഫ് എറണാകുളം അങ്കമാലി. അപ്പോൾ പാമ്പ്ളാനി പിതാവിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അഭിവന്യ പിതാവേ, പാമ്പ്ളാനി പിതാവിനോടാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലറായ ഫാദർ ജോഷി പുതുവ 2025 മെയ് 16 നൽകിയ സാക്ഷ്യം ഞങ്ങൾ ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ സൂക്ഷ്മമായി പരിശോധിച്ചിരിക്കുന്നു. അതിനെ ദൃഢീകരിക്കുന്ന സാക്ഷ്യമൊഴികളാണ് കത്തീഡ്രൽ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ തരിയൻ ഞാളിയത്തും അതേ ഇടവകയുടെ കൈക്കാരനായ അഡ്വക്കേറ്റ് ജോയ് ജോർജും നൽകിയത്. അതും ഞങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിൻ്റെ വെളിച്ചത്തിൽ കത്തീഡ്രൽ ബസിലിക്കയുടെ വൈദിക മന്ദിരത്തിൽ ഫാദർ വർഗീസ് മണവാളൻ അന്യായമായി തുടർന്നും പാർക്കുന്നത് പ്രധാന പ്രശ്നത്തോട് ബന്ധമുള്ള സംഭവമായി പരിഗണിക്കാൻ തീരുമാനിച്ചു. ഇൻസിഡൻ്റൽ മാറ്റർ എന്നാണ് അതിനൊരു വാക്ക്. മറ്റൊരു വലിയ പ്രശ്നത്തോട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം. അദ്ദേഹം അവിടെ അന്യായമായി തുടരുക, സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക, അഴിമതിയെന്ന് വളരെ വ്യക്തമാകുന്ന തരത്തിൽ പണം ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ പല ന്യായാധിപന്മാരുടെ സംഘമായ ഈ ട്രിബ്യൂണൽ, 4 ന്യായാധിപന്മാർ, അതാണ് സംഘം എന്ന് പറയുന്നത്, കൊളേജിയൽ ട്രിബ്യൂണൽ, 2025 ജൂൺ 2 സിറ്റിംഗിൽ ഇടക്കാല ന്യായവിധിയുടെ ഒരു ഉത്തരവ് എക്സ് ഒഫീച്ചിയോ ആയി പുറപ്പെടുവിക്കുവാൻ തീരുമാനമെടുത്തു. അതിൻ്റെ കാനൻ എന്ന് പറയുന്നത് 1267 മുതൽ 1268 പിന്നെ 1271.
ഞാനതിന് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഹാവിംഗ് പെർസ്യൂഡ് ദ ടെസ്റ്റിമണി ഓഫ് അവർ ജോഷി പുതുവ, the Chancellor of the Archeparchy of Ernakulam Angamali, dated 16th May 2025, together with the corroborative testimonies of Father Thariyan Nyaliyat, the administrator of the Cathedral Basilica, as well as that of Advocate Joy George, the trustee of the same parish, this special tribunal has decided to take as an incidental matter, CCO Canon 1267 to 1268, the very fact of illicit continuation of Father Varghese Manavalan in the office and presbytery of St. Mary's Cathedral Basilica Parish, and after having taken cognizance of the gravity of his remaining there and issuing certificates and collecting funds in evident financial malpractices, this collegiate tribunal, in its sitting dated 2nd June 2025, has decided to issue ex officio interim order as a decree of interlocutory sentence, CCO Canon 1271. ഫാദർ വർഗീസ് മണവാളൻ അവിടെ അന്യായമായി തുടരുക, അന്യായമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക, അഴിമതിയാകുന്ന തരത്തിൽ പണം ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവം മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഈ ന്യായാധിപന്മാരുടെ സംഘം ഈ ട്രിബ്യൂണൽ ഒരു ഇടക്കാല ന്യായവിധിയുടെ ഉത്തരവ് എക്സ് ഒഫീഷ്യോ ആയിട്ട് പുറപ്പെടുവിക്കുന്നു. അതിന് കാരണം ഇതൊരു വലിയൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണിത്. ഇൻസിഡൻ്റൽ മാറ്ററാണ്. കൂടാതെ പ്രധാന പ്രശ്നത്തോട് ബന്ധമുള്ള ഒരു സംഭവം, ഇൻസിഡൻ്റൽ മാറ്റർ, കാലവിളംബം കൂടാതെ തീർപ്പാക്കേണ്ടതുണ്ടെന്ന നിയമപരമായ വ്യവസ്ഥ ഈ കോടതി കണക്കിലെടുത്തിരിക്കുന്നു. Having observed the legal requirement that such incidental matters are to be decided most expeditiously, CCO 1269/1. പ്രധാന പ്രശ്നത്തോട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കാലവിളംബം കൂടാതെ എത്രയും പെട്ടെന്ന് സത്വരമായി തീർപ്പാക്കേണ്ടതുണ്ടെന്ന നിയമപരമായ വ്യവസ്ഥയുണ്ട്. അതിൻ്റെ കാനനാണ് പറഞ്ഞത് 1269. അപ്പോൾ അത് ഈ കോടതി പരിഗണിച്ചിരിക്കുന്നു, കണക്കിലെടുത്തിരിക്കുന്നു. തീർന്നില്ല. കൂടാതെ ഹാവിംഗ് ഹേർഡ് the ex officio advocate of Father Varghese Manavalan and the promoter of justice, and thus thereby fulfilling one of the requirements stipulated in CCEO 1269/1, that the parties are to be heard. ബന്ധപ്പെട്ട കക്ഷികളെ കേൾക്കണമെന്ന നിയമപരമായ വ്യവസ്ഥ പാലിക്കാനായി ഫാദർ വർഗീസ് മണവാളിന്റെ എക്സ് ഒഫീഷ്യോ വക്കീലിനെയും പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനെയും കേട്ടിരിക്കുന്നു. അങ്ങനെ ആ നിയമപരമായ വ്യവസ്ഥയും പാലിച്ചിരിക്കുന്നു. ആ വ്യവസ്ഥ ആണ് കാനനാണ് പറഞ്ഞത് 1269/1. സഭയുടെ പരമമായ നിയമം എന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. അത് അപകടത്തിലായിരിക്കുന്നുവെന്ന കാര്യത്തിന്റെ അടിയന്തരാവസ്ഥയും താമസിക്കുന്നത് നീതി നിഷേധമാണെന്ന സൂക്തവും ഫാദർ വർഗീസ് മണവാളൻ ഇപ്പോഴും പലതരത്തിലുള്ള വൈദിക ജോലികൾ അന്യായമായി തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന വസ്തുതയും ഈ കോടതി പരിഗണിച്ചിരിക്കുന്നു. Having considered the urgency of the matter due to the danger of the salus animorum, which is a supreme law in the church, and the maxim that justice delayed is justice denied, and the very fact that Father Varghese Manavalan continues to exercise priestly ministries of various kinds. കത്തോലിക്ക സഭയിലെ പരമമായ നിയമം ആത്മാക്കളുടെ രക്ഷയാണ്. നമ്മുടെ കർത്താവ് ചോദിച്ചു വന്നത് അതിനാണ്. അതാണ് അപകടത്തിലായിരിക്കുന്നത്. അത് വളരെ അടിയന്തര പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല, നീതി താമസിക്കുന്നത് നീതി നിഷേധമാണ്. പിന്നെ ഫാദർ വർഗീസ് മണവാളൻ ഇപ്പോഴും അവിടെ തുടർന്ന് അന്യായമായി വൈദിക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ കോടതി പരിഗണിച്ചിരിക്കുന്നു. Having perused the decree of the apostolic, ഞാനത് മലയാളം വായിക്കാം ആദ്യം. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ 2024 ഡിസംബർ 21 പുറപ്പെടുവിച്ച ഉത്തരവും മാർ ജോസഫ് പാംബ്ലാനി 2025 ഫെബ്രുവരി 13 അതിന് പ്രഖ്യാപനം നടത്തിയതും അതിന് ആശയവിനിയമം നൽകിയതും എറണാകുളം ബസത്തിൽ വന്ന നോട്ടീസും സൂക്ഷ്മമായി പരിശോധിച്ചിരിക്കുന്നു. ഹാവിംഗ് പെറൂസ്ഡ് ദ ഡിക്രി ഓഫ് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ, പ്രോട്ടോകോൾ നമ്പർ
C29P PC74 dated 21 December 2024, and the declaration in the communication of Mar Joseph Pamblani dated 13th February 2025 RM EKM 40, and the notice published in Ernakulam Misam volume 68 January 2025 page 16. അപ്പസോലി അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പുത്തൂര് 2024 ഡിസംബർ 21 പുറപ്പെടുവിച്ച ഉത്തരവ്. മാർ ജോസഫ് പാംബ്ലാനി 2025 ഫെബ്രുവരി 13 അതിന്റെ പ്രഖ്യാപനം നടത്തി, അതിന് ആശയവിനിമയം നടത്തി. എറണാകുളം ബസത്തിൽ അത് വന്ന നോട്ടീസ്, അത് വോളിയം 68 ജാനുവരി 2025 പേജ് 16. ഇതെല്ലാം കോടതി പരിശോധിച്ചിരിക്കുന്നു. Having attained the moral certainty that Father Varghese Manavalan has no right whatsoever to continue his residence in the presbytery of the St. Mary's Cathedral Basilica, ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഫാദർ വർഗീസ് മണവാളന് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ പാർക്കാൻ യാതൊരു അവകാശവുമില്ലെന്ന ധാർമ്മിക ഉറപ്പിൽ ഈ കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. ഫാദർ വർഗീസ് മണവാളന് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ പാർക്കാൻ യാതൊരു അവകാശവുമില്ലെന്ന ധാർമ്മിക സുനിശ്ചിതത്വം ഈ കോടതിക്ക് ലഭിച്ചിരിക്കുന്നു, അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. Having attained moral certainty that he is an illegitimate resident of that building and that he is unlawfully occupying and administering the office of the parish priest administrator of the same parish. അദ്ദേഹമായ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലാതിരിക്കെ അഡ്മിനിസ്ട്രേറ്റർ എന്ന പോലെയോ വികാരി എന്ന പോലെയോ അന്യായമായി ഭരണം നടത്തുന്നതും വർഗീസ് മണവാളൻ അനധികൃതമായിട്ടാണ് ആ കെട്ടിടത്തിൽ പാർക്കുന്നതും ഇടവക വികാരി അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലകളിൽ സ്ഥാനം കൈയടക്കിയിരിക്കുന്നതും ഉദ്യോഗം നിർവഹിക്കുന്നതും നിയമവിരുദ്ധമായിട്ടാണെന്നുള്ള ധാർമ്മിക ഉറപ്പിൽ ഈ കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. ഫാദർ വർഗീസ് മണവാളൻ അനധികൃതമായിട്ടാണ് ആ കെട്ടിടത്തിൽ പാർക്കുന്നത്. ഇടവക വികാരി അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലകളിൽ സ്ഥാനം കൈയടക്കിയിരിക്കുകയാണ് അദ്ദേഹം. അല്ലാതിരിക്കെ അദ്ദേഹം ഇടവക വികാരിയോ അഡ്മിനിസ്ട്രേറ്ററോ അല്ലാതിരിക്കെ ഉദ്യോഗം നിർവഹിക്കുന്നു. വൈദികൻ എന്ന നിലയ്ക്ക്, വികാരി എന്ന നിലയ്ക്ക്, അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് അത് നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങളിലെല്ലാം കോടതിക്ക് ധാർമ്മികമായ സുനിശ്ചിതത്വം വന്നിട്ടുണ്ട്. അദ്ദേഹമായ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലാതിരിക്കെ അഡ്മിനിസ്ട്രേറ്റർ, വികാരി എന്ന നിലകളിൽ അന്യായമായി ഭരണം നടത്തുന്നതും വിവാഹവുമായി ബന്ധപ്പെട്ട ഫോം B and C തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ അനധികൃതമായി നൽകുന്നതും സംബന്ധിച്ചുള്ള തെളിവുകൾ ഈ കോടതി വിശകലനം ചെയ്തിരിക്കുന്നു. Having analyzed the evidences that although he is no more the administrator of the parish, he is illegally exercising the office of the administrator vicar of the parish and thereby issuing certificates including form B and C for marriages. ഇത് സീറോ മലബാർ സഭയിലും കത്തോലിക്ക സഭയിലുള്ള സകല ആളുകളും കേൾക്കണം. അത് ഇപ്പോഴും മണവാളച്ചൻ നൽകുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് കല്യാണം നടത്താൻ പോയി പ്രശ്നത്തിൽ ചാടുന്ന ആളുകളുണ്ട്. അച്ഛൻ എന്താണ് ഇതൊക്കെ പരസ്യമായിട്ട് പറയണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത്രമാത്രം പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും അൽമായര് ഈ അനധികൃതമായി താമസിക്കുന്ന മണവാളച്ചൻ്റെ സർട്ടിഫിക്കറ്റും മണവാളച്ചൻ്റെ കൊടുക്കുന്ന ഫോം B-യും C-യും ഒക്കെ കൊണ്ടുപോയി മറ്റു രൂപതകളിലും. അപ്പം മറ്റു രൂപതക്കാരും വൈദികരും അൽമായരും ഒക്കെ തിരിച്ചറിയണം, മണവാളച്ചൻ അവിടെ ഇരിക്കുന്നത് അനധികൃതമായിട്ടാണ്, നിയമാനുസൃതമല്ല അദ്ദേഹത്തിൻ്റെ അവിടെ താമസിക്കുന്നതും ഉദ്യോഗം നിർവഹിക്കുന്നതും. ഇതുകൊണ്ടാണ് ഇത് പരസ്യമാക്കുന്നത്. ഞാൻ ആവർത്തിക്കുക, നിങ്ങൾ കല്യാണത്തിന് കുറിയും മറ്റുമെല്ലാം സർട്ടിഫിക്കറ്റുകളും ഒക്കെ ചെല്ലുമ്പോൾ അത് മണവാളച്ചൻ എന്ന് വാങ്ങിച്ചാൽ അത് മറ്റു രൂപത്തിൽ കൊണ്ടുപോയാൽ ശരിയാകില്ല. അതെല്ലാവരും തിരിച്ചറിയണം. അങ്ങനെ കൊണ്ടുപോയി കല്യാണം നടത്തി കിട്ടിയാൽ പോലും അത് ശരിയാകില്ല. കാരണം പിന്നീട് ചോദ്യം ചെയ്യപ്പെടും. ഈ അധികാരമില്ലാത്ത ഒരാളുടെ ഫേക്ക് ആയിട്ടാണ് കണക്കാക്കുക. അധികാരമില്ലാത്ത ഒരാളുടെ സർട്ടിഫിക്കറ്റും കുറിയും കല്യാണക്കുറിയും ഇതൊക്കെ ചെന്നാൽ അതിന് വാലിഡിറ്റി ഇല്ല. ഇത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു കുറി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പോകരുത്. നമ്മളിത് പരസ്യമാക്കുന്നതിന് കാരണം കൂടി ഇതുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻ്റ് എല്ലാം നമ്മൾ പരസ്യമാക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ബാധിക്കുന്നതാണിത്. മണവാളച്ചനെ മാത്രം ബാധിക്കുന്നതല്ല. അദ്ദേഹം ചെയ്യുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് അദ്ദേഹം അപകടത്തിലാക്കണേ. അതുപോലെ തന്നെ മറ്റ് പ്രായോഗിക പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ടാക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. അദ്ദേഹം അദ്ദേഹം
കത്തീഡ്രൽ ബസിലിക്ക ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലാതിരിക്കെ അഡ്മിനിസ്ട്രേറ്റർ പോലെയോ വികാരി പോലെയോ അന്യായമായി ഭരണം നടത്തുന്നതും വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള ഫോം ബി, ഫോം സി എന്നിവ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ കുറികൾ അനധികൃതമായി നൽകുന്നതും സംബന്ധിച്ചുള്ള തെളിവുകൾ ഈ കോടതി വിശകലനം ചെയ്തിരിക്കുന്നു. പിന്നെ അദ്ദേഹം അന്യായമായി പണം ശേഖരിക്കുക, ആ ഇടവകയുടെ വികാരി അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് അവകാശപ്പെട്ട് പണം നൽകാനായി ആളുകളെ നിർബന്ധിക്കുക തുടങ്ങിയവ ദൃഢീകരിക്കുന്ന സാക്ഷിമൊഴികളും തെളിവുകളും ഈ കോടതിക്ക് കിട്ടിയിരിക്കുന്നു. Having obtained corroborating testimonies and evidences that he is collecting money illegally and even forcefully from the various persons, impersonating himself as the parish priest administrator of the said parish. ആ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്ററോ വികാരിയോ അല്ലാതിരിക്കെ അങ്ങനെയാണെന്ന് ഭാവിച്ച് ആളുകളെ നിർബന്ധിച്ച് പണം പിരിക്കുക വളരെ ഗൗരവമായ തെറ്റുകളായി ചെയ്യുന്നത്. അത് തെളിയിക്കാനുള്ള ദൃഢീകരിക്കാനുള്ള സാക്ഷിമൊഴികളും തെളിവുകളും കോടതിക്ക് കിട്ടിയിട്ടുണ്ട്. ഫാദർ വർഗീസ് മണവാളൻ എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്ത സിവിൽ കേസിൽ അതിൻ്റെ നമ്പർ OS 1235/2024 കേസ്. ആ കേസിൽ ഇടക്കാല ഉത്തരവോ സ്റ്റാറ്റസ് കോ നിലനിർത്താനോ ഉത്തരവോ ഇല്ലെന്ന കാര്യത്തിൽ മനസ്സിരുത്തിയും ഇങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും കോടതി സിവിലോ ക്രിമിനലോ കോടതി അലക്ഷ്യമായി കണക്കാക്കിയില്ലെന്ന നിയമോപദേശം ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലും ഫാദർ വർഗീസ് മണവാളൻ ഒരു മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു ഇടക്കാല ഉത്തരവോ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ ഉത്തരവോ അങ്ങനെയൊന്നും ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഉത്തരവ് നൽകാനായിട്ട് ഒരു പ്രശ്നവുമില്ല. കോടതി ലക്ഷ്യമായിട്ട് ഒരു കോടതിയും ഇന്ത്യയിൽ കണക്കാക്കില്ല എന്നുള്ള നിയമോപദേശമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ട്രിബ്യൂണൽ ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഹാവിംഗ് നോട്ടഡ് that in the civil case OS 1235 of 2024 filed by Father Varghese Manavalan before the Municipal Court of Ernakulam, there is so far no interim order nor order to maintain status quo, and hence having obtained the legal opinion that issuing such an interim order will not be considered as contempt of court by any civil criminal court of India. പറഞ്ഞു കഴിഞ്ഞു ഞാൻ. അതായത് ഈ മുനിസിപ്പൽ കോടതിയിലെ മണവാളൻ കൊടുത്ത കേസൊന്നും ഈ ട്രിബ്യൂണലിൻ്റെ ഇൻ്റർവ്യൂ ഉത്തരവിനെ ബാധിക്കുന്നതല്ല. ഹാവിംഗ് ബീൻ ഓഥറൈസ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കൊളേജിയേറ്റ് ട്രിബ്യൂണൽ, ഈ സംഘാത ട്രിബ്യൂണലിൻ്റെ അംഗങ്ങൾ അധികാരപ്പെടുത്തിയത് അവരെല്ലാം കൂടി ഈ കോടതിയിലെ ജഡ്ജിമാരെല്ലാവരും കൂടി തീരുമാനിച്ച് അവർ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അധ്യക്ഷനെ ഈ ഉത്തരവ് പുറപ്പെടുവിക്കാൻ. താഴെ ഒപ്പ് ചാർത്തിയിരിക്കുന്നവനും സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനുമായ ഞാൻ എന്ന് പറയുന്നത് അവിടെ ജെയിംസ് പാമ്പാറച്ചനാണ്. ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്താണ് പ്രഖ്യാപിക്കുന്നത്? ഫാദർ വർഗീസ് മണവാളൻ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ വൈദിക മന്ദിരത്തിൽ പാർക്കുന്നതും ഉദ്യോഗത്തിലിരിക്കുന്നതും അനധികൃതമായിട്ടാണ്. ഫാദർ വർഗീസ് മണവാളൻ ഈസ് an illegal occupant of the office and presbytery of St. Mary's Cathedral Basilica. സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ ഉദ്യോഗത്തിലും വൈദിക മന്ദിരത്തിലും അനധികൃതമായിട്ട് പാർക്കുന്ന ആളാണ് ഫാദർ വർഗീസ് മണവാളൻ. അതാണ് ഉത്തരവ്. ഫാദർ വർഗീസ് മണവാളൻ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ അനധികൃതമായി പാർക്കുന്നു. ആ വൈദിക മന്ദിരത്തിൽ അനധികൃതമായിട്ടുള്ള പാർക്കുന്നവനാണ്. ഇതാണ് കൽപ്പന, ഉത്തരവ്. അതിനാൽ ഇതിലൂടെ ഈ കത്തിലൂടെ ഒരു ഇടക്കാല ഉത്തരവ്, ഈ രേഖയിലൂടെ ഇടക്കാല ന്യായവിധിയുടെ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഫാദർ വർഗീസ് മണവാളനെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ഉദ്യോഗത്തിൽ നിന്നും മുറിയിൽ നിന്നും ഒഴിപ്പിക്കണം. ആവശ്യമെങ്കിൽ പോലീസിനെ അറിയിച്ച് പോലീസ് സഹായത്തോടെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുക. ഹിയർബൈ ഇഷ്യൂ ദിസ് ഇന്ററിം ഓർഡർ as a decree of interlocutory sentence to evict Father Varghese Manavalan from his room and from the office in the presbytery of St. Mary's Cathedral Basilica most expeditiously, if needed even by using force, by requesting and availing the help of police force of that place. അതിനാൽ ഒരു ഇടക്കാല ഉത്തരവ്, ഇടക്കാല ന്യായവിധിയുടെ ഉത്തരവിന്റെ രൂപത്തിൽ പുറപ്പെടുവിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഫാദർ വർഗീസ് മണവാളിനെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ വൈദിക മന്ദിരത്തിലെ മുറിയിൽ നിന്നും ഉദ്യോഗത്തിൽ നിന്നും അവിടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഉദ്യോഗത്തിൽ നിന്നും ഒഴിപ്പിക്കുക. ആവശ്യമെങ്കിൽ പോലീസിനെ അറിയിച്ച്, ആ സ്ഥലത്തെ പോലീസിനെ അറിയിച്ച് പോലീസ് സഹായത്തോടെ
ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുക. വളരെ ഗംഭീരായില്ലേ? ഫാദർ വർഗീസ് മണവാളന്റെ ന്യായവിസ്താരത്തിനായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥാപിക്കപ്പെട്ട സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായ ന്യായാധിപന്റെ ഉത്തരവാണ് ഇത്. ദിസ് is the decree of the presiding judge of the special tribunal erected for the Archeparchy of Ernakulam Angamali, which has initiated the judicial trial of Father Varghese Manavalan. മണവാളൻ അച്ഛൻ്റെ ന്യായവിസ്താരത്തിനായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥാപിക്കപ്പെട്ട സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായ ന്യായാധിപന്റെ ഉത്തരവാണിത്. ഇത് ഇടക്കാല ഉത്തരവായി നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇതിന് അന്തിമ വിധിയുടെ സ്വഭാവമില്ല. അതിനാൽ തന്നെ ഇടക്കാല ഉത്തരവിന് അപ്പീലിന് പോകാൻ കഴിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദിസ് ഡിഗ്രി ഈസ് ഇഷ്യൂഡ് ഇൻ ദ ഫോം ഓഫ് എൻ interlocutory sentence and it does not have the force of a definitive sentence and there is no possibility of appeal. പൗരസ്ത്യ നിയമം 1310 against this decree of interlocutory sentence CCO 1271. ഇത് ഇടക്കാല ഉത്തരവായി നൽകപ്പെട്ടിരിക്കുന്നു. ഇടക്കാല ന്യായവിധിയുടെ ഉത്തരവായിട്ട് നൽകിയിരിക്കുന്നു. അതിനാൽ അന്തിമ വിധിയുടെ സ്വഭാവമില്ല. അതിനാൽ തന്നെ അപ്പീലിന് പോകാൻ കഴിയില്ല. അതിൻ്റെ കാനണാണ് പറഞ്ഞത് 1310 പിന്നെ 1271. ഈ ഉത്തരവ് നൽകപ്പെട്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്കാണ്. ഇത് കാലവിളംബമില്ലാതെ നടപ്പാക്കണം, അതായത് 10 ദിവസത്തിനുള്ളിൽ. അതിനാൽ ഈ ഉത്തരവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരവും കൈയാളുന്ന മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന് വികാരിയായി മാർ ജോസഫ് പാംബ്ലാനി മെത്രാപ്പോലീത്തയോ ഈ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം നടപ്പാക്കണമെന്ന് ഞാൻ കൽപ്പനയിടുന്നു. This decree is given to the vicar of the major archbishop of the Archeparchy of Ernakulam Angamali to execute it most expeditiously, that is within 10 useful days, and I hereby decree that this interim order must be executed, CCEO 1338, either by the major archbishop of the Syro-Malabar Church, who is also the eparchial bishop of the Archeparchy of Ernakulam Angamali, or by his vicar Archbishop Mar Joseph Pamblani within 10 days from the reception of this decree. ഈ ഉത്തരവ് നൽകപ്പെട്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്കാണ്. ഇത് കാലവിളംബമില്ലാതെ നടപ്പാക്കണം, അതായത് 10 ദിവസത്തിനുള്ളിൽ. അതിനാൽ ഈ ഉത്തരവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരം കൈയാളുന്ന മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന് വികാരിയായ മാർ ജോസഫ് പാംബ്ലാനി മെത്രാപ്പൊലീത്തയോ ഈ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം നടപ്പാക്കണമെന്ന് ഞാൻ കൽപ്പനയിടുന്നു. ഇങ്ങനൊരു കൽപ്പനയ്ക്ക് ഇടാതെ പുറത്താക്കാനായിട്ട് ഈ മണവാളച്ചനെ പുറത്താക്കാൻ തട്ടിൽ പിതാവിനും പാംബ്ലാനി പിതാവിനും കഴിയുമായിരുന്നു. ഈ കഴിയും എന്ന് അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, മനസ്സില്ലാഞ്ഞിട്ട്. അതാണ് നമ്മുടെ പ്രശ്നം. ഇതൊന്നും അറിവില്ലാഞ്ഞിട്ടല്ല, മനസ്സില്ല. എന്തുകൊണ്ട് മനസ്സില്ല അത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നിയമാനുസൃതം നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററായി ഫാദർ തരിയൻ ഞാളിയത്തിന് സകല രേഖകളും കാര്യാലയവും ഏൽപ്പിച്ചതിന് ശേഷം വൈദിക മന്ദിരം ഒഴിഞ്ഞു പോകണമെന്ന് ഫാദർ വർഗീസ് മണവാളിന് രേഖാമൂലം നോട്ടീസ് കൊടുത്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഒഴിഞ്ഞു പോകണം. നിയമാനുസൃതം നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ തരിയൻ ഞാളിയത്തിന് സകല രേഖകളും കാര്യാലയത്തിന്റെ മറ്റു കാര്യങ്ങളും ഏൽപ്പിച്ചതിന് ശേഷം വൈദിക മന്ദിരം ഒഴിഞ്ഞു പോകണമെന്ന് ഫാദർ വർഗീസ് മണവാളിന് രേഖാമൂലം നോട്ടീസ് കൊടുത്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഒഴിഞ്ഞു പോകണം. വേണമെങ്കിൽ ഈ ഉത്തരവിന്റെ കോപ്പി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കോ അല്ലെങ്കിൽ 2 പേർക്കോ നൽകാം. അന്യായമായി കെട്ടിടവും കാര്യാലയവും കയ്യേറിയിരിക്കുന്ന ഫാദർ വർഗീസ് മണവാളെ ഒഴിപ്പിക്കാൻ സഹായം ചോദിച്ചുകൊണ്ടുള്ള ഒരു കവറിംഗ് ലെറ്ററും കൊടുക്കാം. It must be executed by giving an order in writing to Father Varghese Manavalan to move out of the said presbytery by handing over of the office and the documents to the duly appointed administrator, Father Thariyan Nyaliyat, within 24 hours of the reception of the order, and by giving, if needed, a copy of that order to the Assistant Police Commissioner of Police, ACP, or Station House Officer, SHO, of the place, and by giving a covering letter to either of them to help with the eviction of Father Varghese Manavalan, who continues to illegally occupy that building and office.
കാര്യം മനസ്സിലായോ? മണവാളച്ചന് നോട്ടീസ് കൊടുത്തിട്ട് 24 മണിക്കൂർ അദ്ദേഹം ഒഴിഞ്ഞു പോകണം. അങ്ങനെ ഒഴിപ്പിക്കാനായിട്ട് പോലീസിൻ്റെയോ മറ്റേത് സഹായം വേണമെങ്കിലും ഉപയോഗപ്പെടുത്തണം, ചോദിക്കണം. ഇത് ഉത്തരവാണ്, കോടതി ഉത്തരവ്. ഏറ്റവും അവസാനത്തെ കാര്യം, ഈ ഉത്തരവ് നടപ്പാക്കി കഴിഞ്ഞ്, അതായത് അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഈ കോടതിക്ക് നൽകണം. അത് 2025 ജൂൺ 22-ാം തീയതിയോ അതിന് മുമ്പോ നൽകണം. അത് അതിരൂപത കൂരിയാണ് നൽകേണ്ടത്. അതായത് ജൂൺ 2-ാം തീയതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 10 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പം 4-ാം തീയതിയായി. ഈ ജൂൺ മാസം 22-ാം തീയതിക്ക് മുമ്പ് മണവാളച്ചനെ ഒഴിപ്പിച്ച് ആ പ്രവർത്തന റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കണം. കാര്യം മനസ്സിലായ? ഈ ഉത്തരവ് നടപ്പാക്കി അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഈ കോടതിക്ക് നൽകണം. അത് 2025 ജൂൺ 22-ാം തീയതിയോ അതിന് മുമ്പോ ആയിരിക്കണം. അപ്പോൾ ഇനി 8 ദിവസം കൂടിയാണ് മണവാളച്ചനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. ഇത് സ്പെഷ്യൽ ട്രിബ്യൂണൽ നിയമിച്ചിട്ട് അതിൻ്റെ ഉത്തരവാണ്. ഇത് നടപ്പാക്കിയില്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിൻ്റെ വികാരിക്കൊക്കെ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം സഭാ നിയമം അറിയുന്നവർക്ക് മനസ്സിലാകും. പിന്നെ ഈ സീറോ മലബാർ സഭയ്ക്ക് ഒരു മുകളിൽ കുറച്ച് അധികാരികൾ കൂടിയുണ്ട്. അതൊക്കെ അവർ മനസ്സിരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു നല്ല നിയമപരമായി നോക്കിയാൽ ഒരു നല്ല കീഴ്വഴക്കാണ്. സഭയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ അധികാരങ്ങളുണ്ട്, ഏതറ്റം വരെയൊക്കെ പോകാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ കാര്യാലയത്തിൽ നിന്ന് 2025 ജൂൺ 2-ാം തീയതി നൽകപ്പെട്ടത്. ഗിവൺ ഫ്രം ദ ഓഫീസ് ഓഫ് ദ സ്പെഷ്യൽ ട്രിബ്യൂണൽ ഓൺ 2 ജൂൺ 2025. കോടതിയിലെ ജഡ്ജിമാർ ഡോക്ടർ ജോസ് മാറാട്ടിലെ ജഡ്ജ്, ഫാദർ ജോയ് പാലിയേക്കര ജഡ്ജ്, ഫാദർ ജോസ് കണിച്ചേരി നോട്ടറി, ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ CMI പ്രിസൈഡിംഗ് ജഡ്ജ്. ഇവർ 4 ന്യായാധിപന്മാർ, 3 ന്യായാധിപന്മാരും പിന്നെ നോട്ടറിയുമുള്ള ആ സ്പെഷ്യൽ ട്രിബ്യൂണലാണ്. അതിന് വേണ്ടിയിട്ട് ഈ ജഡ്ജിമാർക്ക് വേണ്ടിയിട്ട് ജെയിംസ് മാത്യു പാമ്പാറ അച്ഛനാണ് അത് ഒപ്പുവെച്ച്, എല്ലാവരും ഒപ്പുവെച്ചിട്ടുണ്ട്, ഇത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കോപ്പികൾ തട്ടിൽ പിതാവിന്, പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപത ചാൻസലർക്ക്, പിന്നെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്, പിന്നെ എക്സ് ഒഫീഷ്യോ അഡ്വക്കേറ്റ് ഓഫ് ദ അക്യൂസ്ഡ് ഫാദർ വർഗീസ് മണവാളന്, പിന്നെ അഡ്വക്കേറ്റ് ജോയ് ജോർജ് ട്രസ്റ്റി. ഇത്രയും പേർക്കാണ് ഇതിൻ്റെ കോപ്പികൾ കൊടുത്തിരിക്കുന്നത്. ഈ വളരെ സന്തോഷം നൽകുന്ന സംഗതിയല്ല ഇത്. ഞാൻ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മണവാളച്ചൻ ജനങ്ങൾക്ക് ഉതപ്പ് കൊടുക്കാതെ, ആത്മാക്കളെ രക്ഷയെ അപകടപ്പെടുത്താതെ അദ്ദേഹം മാന്യമായിട്ട് പോകേണ്ടതായിരുന്നു. ചെയ്തില്ല. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയൊന്നുമില്ല. അദ്ദേഹം വലിയ ധ്യാനഗുരുവായിരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ധ്യാനഗുരുക്കന്മാർ ഇങ്ങനെയാണ് പെരുമാറുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, അതായത് സഭയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായിട്ടൊരു സ്ഥാപനമാണിത്. ആത്മാക്കളുടെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ആത്മാക്കളുടെ രക്ഷ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് മുഴുവൻ, ഈ വിമത വൈദികർ ചെയ്യുന്നത് മുഴുവൻ ആത്മാക്കളെ രക്ഷയെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സഭ അനുവദിക്കാത്ത കുർബാന ചൊല്ലുക, മാർപ്പാപ്പയെ ധിക്കരിക്കുക, തോന്നിയ പോലെ ബൈബിൾ വ്യാഖ്യാനിക്കുക, തോന്നിയ പോലെ മെത്രാന്മാരെ കുറ്റപ്പെടുത്തുക, മെത്രാൻ സിനഡിനെ കുറ്റപ്പെടുത്തുക, പിന്നെ ഈ സഭയുടെ പാരമ്പര്യത്തെ എല്ലാം അവമാനിക്കുക, സഭയുടെ പൊതുവായ ചിഹ്നങ്ങളെയൊക്കെ റദ്ദ് ചെയ്യുക, അല്ലെങ്കിൽ എടുത്ത് കളയുക. ഇങ്ങനെ എല്ലാ തരത്തിലും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതിലൂടെ എന്തുമാത്രം ദോഷമാണ് അവർ സഭയ്ക്കും ലോകത്തിനും ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമ്മളവരെ വിമത വൈദികരെന്ന് വിളിക്കുന്നത് പോലും എന്തുകൊണ്ടാണ്? കർത്താവിനനുസരിക്കില്ല, മെത്രാൻസിനനുസരിക്കില്ല, മാർപ്പാപ്പ അനുസരിക്കില്ല, പൗരസ്ത്യ സംഘത്തെ അനുസരിക്കില്ല. പിന്നെ അവരെ സഹോദര വൈദികരെന്ന് വിളിക്കണോ? അങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? ഈ തിന്മ ചെയ്യുന്നവരെ അല്ലേ, അവർ മനുഷ്യരെന്ന നിലയ്ക്ക് അവരൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. എല്ലാവരും പാപികളാണ്. പക്ഷെ ഇത് പാപം മാത്രമാണോ? ഇത് അഴിമതിയല്ലേ? ഇല്ലേ, സിന്നും പാപവും കുറ്റകൃത്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇല്ലയോ? പാപമാണ്. കുറ്റകൃത്യം പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ കുറ്റകൃത്യങ്ങളാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടി വരും. അത് അല്ലാതെ വേറെ മാർഗമില്ല. അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ പെരുകും. എല്ലാവരും അനുസരണമില്ലാത്തവരായപ്പോൾ സഭ നിലനിൽക്കുമോ? അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു അടയാളമാണ്. വിമത വൈദികർക്ക് മാനസാന്തരപ്പെടേണ്ട ഒരു അടയാളം. അതുപോലെ സഭയിലുള്ളവർക്ക്, നേതൃത്വത്തിലുള്ളവർക്കും ഒരു അടയാളമാണ്. ഏതൊക്കെ കാര്യങ്ങൾ സമയത്ത് കൃത്യമായിട്ട് കാലവിളംബം കൂടാതെ ചെയ്യണം. ഇത്രയ്ക്കൊക്കെ വലിച്ചു നീട്ടാതെ സംഭവിക്കേണ്ട കാര്യമായിരുന്നു. എനിവേ, ഇതൊരു അടയാളമായിട്ട് ഇരിക്കട്ടെ. നമുക്ക് മുന്നോട്ട് പോകാൻ, സഭ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ ഇത് കാരണമാകട്ടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, മണവാളച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. മാനസാന്തരപ്പെട്ട് അദ്ദേഹം
അദ്ദേഹവും അദ്ദേഹത്തെ പോലെ കൂടെയുള്ളവരും ഈ വിമത വൈദികരും മാനസാന്തരപ്പെട്ട് കർത്താവിനെയും കർത്താവിൻ്റെ തിരുസഭയെയും മാർപ്പാപ്പയ്ക്ക് അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരുന്നവരായി. അങ്ങനെ ഈ വിമത എന്നുള്ള ആ പ്രശ്നം ഇല്ലേ, റിബല്യസ്, കലഹപ്രിയർ അല്ലെങ്കിൽ ധിക്കാരികൾ എന്നുള്ള ആ പ്രശ്നം അവസാനിച്ച് അനുസരണമുള്ളവർ എന്നുള്ള ആ ഘട്ടത്തിലേക്ക് വരാൻ ഈ കോടതി നടപടി ഉത്തരവ് അവർക്കൊരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരു ആശംസയും പ്രാർത്ഥനയുമാണുള്ളത്. നമുക്ക് സഭയോടൊപ്പം നിന്ന്, മാർപ്പാപ്പയോടൊപ്പം നിന്ന് സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളൊക്കെ വീണ്ടെടുത്ത്, ആവശ്യമായ പാരമ്പര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടെടുത്ത് അങ്ങനെ സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കേൾക്കുന്നതാണ്. ഈ 50-55 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ 55 കോടിയേക്കാളും സ്വാധീനം ലോകത്തുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും നമ്മൾ ഇന്ത്യയിൽ നിന്ന് അച്ഛനും ചോദിച്ചാൽ ഉടനെ ചോദിക്കുന്നത് സീറോ മലബാറാണോ കേരളമാണോ എന്ന് ചോദിക്കുക. ലോകത്ത് എവിടെ ചെന്നാലും, ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ അങ്ങനെയാണ്. അത്രമാത്രം സ്വാധീനം നമുക്കുണ്ട്. 55 ലക്ഷം എന്ന് പറഞ്ഞാൽ 55 കോടിയുടെ സ്വാധീനമുണ്ട്. അത്രയും വലിയൊരു സഭയാണിത്, നല്ല സഭയാണ്. പക്ഷെ അത് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രശ്നമായിട്ട് അതുകൊണ്ട് മാത്രം ഇത് നമ്മുടെ ഈ സഭയുടെ ആ പച്ചപ്പ്, ആ ആധ്യാത്മികത ഇങ്ങനെ മങ്ങലേറ്റ് നിൽക്കുകയാണ്. അത് മാറാൻ ഇത് ഒരു സ്റ്റെപ്പ്, ഒരു ചുവടുവെപ്പ് ഇത് നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, നെഞ്ചുറപ്പുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ ധാരാളമുണ്ട് എന്ന് തെളിയിക്കുകയുമാണ്. ആ വഴിയിലൂടെ പോകാൻ സഭാ നേതൃത്വത്തിന് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.